ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് എന്ന്. 2020 ജൂലൈ 29. 2020 ജൂലൈ 29 ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ ആദ്യ മന്ത്രിസഭ നിലവിൽ വരുന്നത്. അന്നത്തെ വിദ്യാഭ്യാസവും സഹകരണവും കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ആർ ബിന്ദു. ആർ ബിന്ദു ആണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ചാണ്. വുഡ്സ് ഡെസ്പാച്ചാണ് 1854 നിലവിൽ വന്ന വുഡ്സ് ഡെസ്പാച്ചാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. 1882 ഹണ്ടർ കമ്മീഷൻ വരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയും 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ പദ്ധതി ആരംഭിച്ച പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചതും മൻമോഹൻ സിംഗ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് UGC ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? 1953. 1953 മൗലാന അബ്ദുൽ കലാം ആസാദ് UGC ഉദ്ഘാടനം ചെയ്തത്. 1953 UGCയുടെ ആദ്യ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗറാണ് ആദ്യ UGC ചെയർമാൻ. UGCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? പ്രൊഫസർ ജഗദീഷ്. UGCയുടെ ആപ്തവാക്യം എന്താണ്? അറിവാണ് മോചനം. UGCയുടെ ആപ്തവാക്യം അറിവാണ് മോചനം. UGC ചെയർമാനായ ഏക പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ്. UGC ചെയർമാനായ ഏക പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? 2009. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശം ആക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാക്കിയ വർഷം 2009. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ചാനൽ ഏതാണ്? DD ഗ്യാൻ ദർശൻ.
ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ ചാനലാണ് DD ഗ്യാൻ ദർശൻ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അന്തിമ കരട് രൂപം തയ്യാറാക്കാൻ നിയമിച്ച സമിതിയുടെ തലവൻ ആരാണ്? പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അന്തിമ കരട് രൂപം തയ്യാറാക്കാൻ നിയമിച്ച സമിതിയുടെ തലവനാണ് ഡോക്ടർ കെ കസ്തൂരി രംഗൻ. ഡോക്ടർ കെ കസ്തൂരി രംഗൻ. എഡ്യൂസാറ്റിൻ്റെ സഹായത്തോടു കൂടി ആരംഭിച്ച വിദ്യാഭ്യാസ പരിപാടി ഏതാണ്? വിക്ടേഴ്സ്. എഡ്യൂസാറ്റിൻ്റെ സഹായത്തോടു കൂടി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വിക്ടേഴ്സ്. വിക്ടേഴ്സ് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രസിഡൻ്റാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് വിക്ടേഴ്സ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2005 ജൂലൈ 28 ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? 1959 ജൂൺ 1. 1959 ജൂൺ 1 കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. 10 +2+3 മാതൃകയിൽ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? 10 +2+3 എന്ന മാതൃകയിലുള്ള വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് 10 +2+3 എന്ന മാതൃകയിലുള്ള വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ച കമ്മീഷൻ, വിദ്യാഭ്യാസ കമ്മീഷൻ. 1964 വരുന്നത്. ജോസഫ് മുണ്ടശ്ശേരി കേരള വിദ്യാഭ്യാസ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്ന്? 1957 ജൂലൈ 13. ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വച്ച പുതിയ വിദ്യാഭ്യാസ മാതൃക ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 അംഗീകാരം നൽകി, കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് ജൂലൈ 29 നമ്മൾ നേരത്തെ നോക്കി. അപ്പോൾ ആ ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ മാതൃകയാണ് 5+3+3+4. 5+3+3+4. NCERT നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് രൂപീകൃതമായ വർഷം ഏതാണ്? NCERT രൂപീകൃതമായ വർഷം 1961. SCERT സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് രൂപീകൃതമായ വർഷം ഏതാണ്? SCERT രൂപീകൃതമായ വർഷം 1994. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകുവാനും വേണ്ടി 1994 സ്ഥാപിച്ച സ്ഥാപനമാണ് NAAC. 2015 നിയമിക്കപ്പെട്ട ഏത് കമ്മിറ്റിയാണ് അധ്യാപക നിയമനത്തിൽ ടെറ്റ് ടീച്ചേഴ്സ് എൻട്രൻസ് ടെസ്റ്റ് നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ചത്? TSR സുബ്രഹ്മണ്യം കമ്മിറ്റി. 2015 നിയമിക്കപ്പെട്ട ഏത് കമ്മിറ്റിയാണ് അധ്യാപക നിയമനത്തിന് ടെറ്റ് ടീച്ചേഴ്സ് എൻട്രൻസ് ടെസ്റ്റ് നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ചത്? TSR സുബ്രഹ്മണ്യം കമ്മിറ്റി. കേന്ദ്രീയ വിദ്യാലയങ്ങൾ നിലവിൽ വന്ന വർഷം? 1963. 1963 കേന്ദ്രീയ വിദ്യാലയങ്ങൾ നിലവിൽ വരുന്നത്. CBSE നിലവിൽ വന്ന വർഷം ഏതാണ്? CBSE സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1962. 1962 CBSE നിലവിൽ വരുന്നത്. അമിതഭാരമില്ലാതെയുള്ള പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? അമിതഭാരം ഇല്ലാതെയുള്ള പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? യശ്പാൽ കമ്മിറ്റി. യശ്പാൽ കമ്മിറ്റിയാണ് അമിതഭാരമില്ലാതെയുള്ള പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ ബാഗ് ഫ്രീ സ്കൂൾ ഏതാണ്? SALP സ്കൂൾ തരിയോട്. വയനാട്ടിലെ SALP സ്കൂൾ തരിയോടാണ് കേരളത്തിലെ ആദ്യത്തെ ബാഗ് ഫ്രീ സ്കൂള് ആയത്. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം. ജവഹർ നവോദയ വിദ്യാലയങ്ങൾ നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. നവോദയ വിദ്യാലയങ്ങൾ നിലവിൽ വരുന്നത് 1986. ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണ് ജവഹർ നവോദയ വിദ്യാലയം എന്ന ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കേന്ദ്രം? ശ്രീ അരബിന്ദോ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ, പുതുച്ചേരി.
പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനപരമായ പഠന സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 1987 നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂർ. 6 മുതൽ 14 വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ 2001 നിലവിൽ വന്ന പദ്ധതി ഏതാണ്? സർവശിക്ഷ അഭിയാൻ SSA. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ 2001 നിലവിൽ വന്ന പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ SSA. സർവശിക്ഷ അഭിയാൻ്റെ ആപ്തവാക്യം എന്താണ്? സർവരും പഠിക്കുക, സർവരും വളരുക. ഇന്ത്യയിലെ ആദ്യ IIT ഏതാണ്? IIT ഖരഗ്പൂർ 1950. കേരളത്തിലെ ആദ്യ IIT ഏതാണ്? IIT പാലക്കാട് 2015. വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് എന്ന്? 2004 സെപ്റ്റംബർ 20. UGCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ.